ഹായ് നമസ്കാരം. എല്ലാവർക്കും ഒരു സ്ട്രാറ്റജി റിവീലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഓൾറെഡി ഒരു ഇൻവെസ്റ്ററാണ്. നമ്മളുടെ ലോങ് ടൈമിലേക്ക് വേണ്ടി ഒരുപാട് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു അസറ്റ് ക്ലാസ്, ഇപ്പോൾ അത് ബോണ്ട് പോലും ആവും, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ് നമ്മൾ വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പീസ്ഫുള്ളായിട്ട് അതിൻ്റെ റിട്ടേണിനെ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതിനു പുറത്ത് ഇപ്പോൾ നമുക്ക് ഒരു 10% ആണ് അതിന് പുറത്ത് ഒരു ഇയറിൽ നമുക്ക് ഒരു ആവറേജ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുക എന്ന് വിചാരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് മാർക്കറ്റ് നന്നായിട്ട് പെരുമാറുന്ന സമയത്ത് നമുക്കൊരു 20% വരെ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം. എത്രയാണോ മാർക്കറ്റ് തരുന്ന റിട്ടേൺ, അതിനൊക്കെ മുകളിൽ നമ്മൾ അതേ അസറ്റിനെ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് നമ്മളൊരു 10% കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു 10% ഒരു ഇയറിലേക്ക്, ഞാൻ ഈ പറയുന്ന 10% എന്ന് പറഞ്ഞത് ഒരു മന്തിലേക്കുള്ളതല്ല, വളരെ പീസ്ഫുള്ളായി സമാധാനപരമായിട്ട് ഒരു ഇയറിൽ നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ്സിന് പുറത്ത് അതിനെ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് 0 ഇൻട്രസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് 10% റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം ഇത് വളരെയധികം റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് പല ആളുകളും ഇപ്പോൾ PNL റിവീൽ ചെയ്യാറുണ്ട്, വെരിഫൈഡ് PNL റിവീൽ ചെയ്യാറുണ്ട്, അവർ 30%, 40% ഒക്കെ റിട്ടേണിന്റെ പുറത്താണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്രയധികം റിട്ടേൺസിന്റെ നോക്കുന്ന ആളുകൾക്കൊന്നും ഈ സ്ട്രാറ്റജി പറ്റില്ല. നമ്മൾ വളരെയധികം പീസ്ഫുള്ളായി, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളാണ്, അതിനിടയിൽ നമ്മളെ രാവിലെ ഒന്ന് ഒരു 5 മിനിറ്റ് ഓൺ ചെയ്ത് വെച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് നമ്മുടെ ഫോൺ അവിടെ ഓഫാക്കി വെക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് നോക്കുന്നു, നമുക്ക് ഒരു റിസൾട്ട് കിട്ടുന്നു. ആ രീതിയിലുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെയധികം, അല്ലാതെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ ആദ്യമേ പറയുന്നു, ഇതൊരു നല്ല സ്ട്രാറ്റജി അല്ല. പക്ഷേ നമ്മളുടെ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു 20% റിട്ടേൺ നമുക്കൊരു ഇയർലി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം വലിയൊരു റിട്ടേൺ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 1% ട്രേഡേഴ്സിലൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെ വളരെ പീസ്ഫുൾ ആയിട്ട് ഒരു 20% ഒക്കെ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് ഞാൻ പറയുന്നത് ഈ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്നല്ല നമ്മൾ 20% ഉണ്ടാക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ അസറ്റ്സ് വളരുമ്പോൾ നമുക്കൊരു 10% നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ ഒരു 10% ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 10% നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടും, വളരെ പീസ്ഫുള്ളായി ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടും നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് സെൻസിബിളിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളിവിടെ ട്രേഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് ഇവിടെ ഒരു സ്ട്രാറ്റജി ബിൽഡർ കിട്ടും. ഈ സ്ട്രാറ്റജി ബിൽഡറിൽ നമ്മൾ എപ്പോഴാണ് ഒരു എൻട്രി എടുക്കേണ്ടത് അതാണ് ആദ്യമായിട്ട് പറയുന്നത്. നമുക്കൊരു മാസം ആദ്യം 20 എക്സ്പയറി ഡേയ്സ് ഉണ്ടായിരുന്നു, അതായത് എല്ലാ ട്രേഡിംഗ് ഡേയ്സിലും നമുക്ക് എക്സ്പയറീസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ചില പോളിസി ചേഞ്ചുകൾ കാരണം അതിപ്പോൾ 8 എക്സ്പയറി ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 8 എക്സ്പയറിയും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ എക്സ്പയറിയിൽ ആദ്യം നമ്മൾ ഒരു വീക്കിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു സെൻസെക്സിന്റെ എക്സ്പയറി കാണും. അപ്പം അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി കാണും. നമ്മൾ സെൻസെക്സിലോ നിഫ്റ്റിയിലോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് നിഫ്റ്റിയിലാണ്. ഇതുപോലെ തന്നെയാണ് സെൻസെക്സിലും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിഫ്റ്റിയിൽ നമ്മളിവിടെ ബിൽഡ് എ ന്യൂ കസ്റ്റം സ്ട്രാറ്റജി എന്നുള്ള ഓപ്ഷൻ എടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാനുള്ള പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു പേജിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും നമ്മൾ സെല് ചെയ്യുക. വളരെയധികം ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും നമ്മൾ സെല് ചെയ്യാം. അങ്ങനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യേണ്ടത് എക്സ്പയറി ഡേയുടെ അന്ന്. ഒരു സമയം പറയുകയാണെങ്കിൽ ഒരു 9:30 മണിക്കൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ ആദ്യമുള്ള വൈൽഡ് മൂവ്സ് ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് സമാധാനമായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ സെല്ല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ദൂരെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറയും. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0.1% പെർ എക്സ്പയറി നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.1% വെച്ചിട്ട് 8 എക്സ്പയറീസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 0.8% നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 0.8% നമുക്ക് ഒരു മാസം നമുക്ക് റിട്ടേൺ എടുക്കാൻ സാധിക്കും. ഇങ്ങനെ സാധിക്കുകയാണെങ്കിൽ 0.8 × 12 നോക്കിക്കഴിഞ്ഞാൽ അത്രയും ശതമാനം നമുക്ക് ഒരു വർഷവും എടുക്കാൻ സാധിക്കും.
ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് 0.8 into 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.6% വരും. അതായത് നമുക്ക് ഒരു ഇയർലി 9.6%ഓളം നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും 10%ലേക്ക് പോലും എത്തിയിട്ടില്ലാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്സ് കൂടുതലുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പ്രീമിയം കിട്ടും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ ഒരു കാര്യം അഡ്ജസ്റ്റ് ആയി പോകും. ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ മിസ്മാച്ച് 10%ലേക്കുള്ള മിസ്മാച്ച് അഡ്ജസ്റ്റ് ആയി പോകും. അതുപോലെ തന്നെ വളരെ റെയർ ആയിട്ട് സംഭവിക്കാവുന്ന സ്റ്റോപ്പ് ലോസുകളുണ്ട്. ആ സ്റ്റോപ്പ് ലോസുകളൊക്കെ നമ്മൾ ഈ പറയുന്ന പോലുള്ള വിക്സിന്റെ കേസുകളിൽ നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 എന്ന രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് വേണം സെല് ചെയ്യാൻ. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഏതാണ് 0.1% നമുക്ക് ഒരു ദിവസം റിട്ടേൺ തരാൻ സാധ്യതയുള്ള സ്ട്രൈക്ക് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 അനുബന്ധിച്ച് വരുന്ന ഒരു സ്ട്രൈക്ക് 1.45 എന്ന സ്ട്രൈക്ക് ഞാനിവിടെ കോൾ ഓപ്ഷൻ സെല് ചെയ്തു. ഇനി അതുപോലെ തന്നെ 1.45 റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്ട്രൈക്ക് നമുക്ക് പുട്ട് ഓപ്ഷനിലും സെല് ചെയ്യണം. ഇപ്പോൾ 1.60 എന്നായാലും കുഴപ്പമില്ല. അത് നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏകദേശം 0.16 എന്ന ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് ഇപ്പം ഞാൻ ചെയ്യുന്നത് എക്സ്പയറിയോട് അടുപ്പിച്ചുള്ള ദിവസമല്ല ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എക്സ്പയറിയോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത് 0.1ലേക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്ട്രൈക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളതൊരു 0.1 കാരണം 0.1 ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ നമുക്ക് ആ DK നമ്മളിപ്പോൾ ഇവിടെ DK ആണല്ലോ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ DK ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 0.1 സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്യാതെ നമുക്ക് എല്ലാ ദിവസങ്ങളിലും നമ്മളെ പ്രോബബിലിറ്റി ഓഫ് നമ്മളെ പ്രോഫിറ്റ് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ എന്തായാലും നമുക്കിവിടെ ഉദാഹരണമായിട്ട് 0.16 ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ലോട്ട് നമ്മൾ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 229 രൂപ കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പോൾ ഞാനിവിടെ ഒരു 10 ലോട്ടാണ് സെല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ മാർജിനും വേണം. ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ അസറ്റ്സിനെ പ്ലഡ്ജ് ചെയ്ത് കിട്ടിയ മാർജിൻ, ഇത് അസറ്റ്സിനെ പ്ലഡ്ജ് ചെയ്യാതെ നമുക്ക് കിട്ടും. പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് സൗജന്യമായിട്ട് ഇങ്ങനെ ഒരു എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ പ്ലഡ്ജ് ചെയ്ത് ആ എമൗണ്ട് കൊണ്ട് ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു 14.4 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2288 രൂപ നമുക്ക് ഒരു എക്സ്പയറിയിൽ കിട്ടും. ഇങ്ങനെ നമുക്ക് ഒരു 8 എക്സ്പയറീസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു മാസം നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത്രയും രൂപ ഉണ്ടാവണമെന്നില്ല. നമ്മൾ 0.1%ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു വലിയ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ്സിനെ നമുക്ക് പ്ലഡ് ചെയ്തിട്ട് വളരെ പീസ്ഫുൾ ആയ രീതിയിൽ നമുക്കിവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഒരു റേഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ 1 എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ 90 പൈസയിലൊക്കെ ആയിരിക്കും നമ്മൾ സെല് ചെയ്യുക. അങ്ങനെ സെല് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ടുള്ള 0.90 എന്നൊക്കെ ഉള്ള സ്ട്രൈക്ക് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ വലിയ മൂവ്മെന്റ്സ് ഒന്നും അതിനുണ്ടാവില്ല. അത് ഒരു ഡെഡ് ആയ പോലെ ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴും അത് 0യിലേക്ക് എക്സ്പയർ ആയി പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കുക. പിന്നെ അത്രയും വലിയ മൂവ്സ് ഒക്കെ വരികയാണെങ്കിൽ, വളരെ വലിയ മൂവ്സ് ഒക്കെ വരികയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്താൽ തന്നെ ഒരു 1.52% മൂവ് ഒക്കെ ഒരു ദിവസം വരികയാണെങ്കിൽ തന്നെ നമുക്കതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഉച്ചവരെയൊക്കെ ഒരു റേഞ്ചിൽ നിന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വളരെ വലിയ DK നമുക്ക് കിട്ടിക്കൊണ്ട് അത് എക്സ്പയർ ആവും. നമുക്ക് പീസ് ഓഫ് മൈൻഡിൽ ഇരിക്കാനും പറ്റും. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത്, അതാണ് നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കോൾ ലെഗ് ഇപ്പോൾ ഇവിടെ 1.45 ആണ്. അപ്പോൾ 1.45ന്റെ 3 മടങ്ങ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാം. അപ്പോൾ 1.45ന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.35. അത് നമ്മൾ നമ്മുടെ ബ്രോക്കർ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് അതിൽ ട്രിഗർ പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ അതിൻ്റെ ലിമിറ്റ് പ്രൈസും കൊടുക്കാം. ആദ്യം ട്രിഗർ പ്രൈസ് ഇതിനോട് ചെറിയൊരു ഇപ്പം ഒരു 4.30 എന്നുള്ള രീതിയിൽ നമ്മൾ ട്രിഗർ കൊടുക്കുക. 4.35 എന്നുള്ളത് നമ്മൾ ലിമിറ്റുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 30 കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് പോസിബിൾ മൊമെന്റ് ഏതാണോ അതിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. ഇനി അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പം നമ്മൾ ഇവിടെ
കോൾ ലെഗിന് കൊടുത്തതുപോലെ തന്നെ നമുക്കിവിടെ ഇനി പുട്ട് ലെഗിനും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 1.6-ന്റെ 3x എടുക്കുക, അതിൽ അതിൻ്റെ ഒരു ട്രിഗർ പ്രൈസും ലിമിറ്റ് പ്രൈസും കൊടുത്തിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സമാധാനപരമായിട്ട് നമ്മളുടെ അസറ്റ്സിനെ പ്ലഡ്ജ് ചെയ്ത് കിട്ടിയ പണത്തിന് ആർക്കും ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാതെ എല്ലാവരെയും ബീറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു 99% ആളുകൾ ബീറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. ഇതിന് നമുക്ക് ഒരു മാസത്തിൽ 8 ദിവസം വെച്ചിട്ട് 12 മാസത്തേക്ക് നമ്മളെ പ്രയത്നം ഇതിൽ ആവശ്യമുണ്ട്. പക്ഷെ അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. രാവിലെ ഒരു 9:30 സമയത്ത് വരുന്നു, നമ്മൾ 2 ലെഗ് സെല് ചെയ്തിരുന്നു, സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്യുന്നു, നമ്മളെ വർക്കിന് പോകുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ബീറ്റ് ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളൊരു റിയലിസ്റ്റിക് ടൈമിലേക്ക് കൊണ്ടുവരാം മാർക്കറ്റിനെ. അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇപ്പം നിങ്ങൾ ഒരു നല്ലൊരു ട്രേഡറാണ്, അതായത് നിങ്ങൾക്ക് കൂടുതൽ റിസ്കിയർ ആയിട്ടുള്ള സ്ട്രാറ്റജീസിനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയാം, അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ രീതിക്ക് ചെയ്യാം. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലിയുടെ കൂടെ സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടുപോകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ വളരെ പീസ്ഫുള്ളായി റിട്ടേൺ വേണ്ട ഒരാൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ബെഞ്ച് മാർക്കിനെയൊക്കെ, അതായത് ബെഞ്ച് മാർക്കിനെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ആളുകളുടെ ബെഞ്ച് മാർക്ക്, അതായത് മാർക്കറ്റിൽ വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ 95% ആളുകൾ തോൽക്കുകയാണ്. ആകെ ഒരു 5% ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ടോപ്പ് ആവാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ലാഭം കിട്ടും, അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്നും ഒരു 10%ഓളൊക്കെ ഒരു ഇയറിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഗവൺമെന്റിന് എന്തെങ്കിലും മനസ്സ് മാറി അവർ കൂടുതൽ എക്സ്പയറീസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ എക്സ്പയറീസിനും ഇതേപോലെ തന്നെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 10 അല്ലാതെ തന്നെ അതിന് പുറത്തും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട്, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്, ആ അക്കൗണ്ട് ഞാൻ തുറന്ന് കാണിച്ചു തരികയും ചെയ്യാം. അതുപോലെ തന്നെ ആ അക്കൗണ്ടിൻ്റെ വെരിഫൈഡ് ലിങ്ക് ഞാനിവിടെ വീഡിയോയുടെ പുറത്ത് പേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം എല്ലാവർക്കും അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഇത് ഞാൻ പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ വെരിഫൈഡ് PNL. ഈ PNL എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ട് നമുക്ക് ആദ്യം ചെറിയൊരു വാല്യൂ ഉള്ള അക്കൗണ്ട് ആയിരുന്നു, പിന്നെ അത് പല പല വാല്യൂയിലേക്ക് മാറി. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആവറേജ് ക്യാപിറ്റൽ എത്രയെന്നുള്ളത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതാണ് ആ അക്കൗണ്ടിൽ. ഇത് നമ്മുടെ FNOയും പിന്നെ നമ്മുടെ ഇക്വിറ്റിയും. അതിൽ നമ്മളെ FNOയിൽ ഏകദേശം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഈ ജനുവരി വരെ 2,70,000 രൂപയുടെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അതായത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 10-11% പ്രോഫിറ്റാണ് എടുത്തിട്ടുള്ളത്. ബാക്കി ഒരു 2.23 lakhs ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ബുക്ക് ചെയ്യാത്തത് അൺറിയലൈസ്ഡ് ആയിട്ട് വേറെ ഉണ്ട്, അതെന്തായാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പം ഇതാണ് നമ്മുടെ വെരിഫൈഡ് PNL. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഏതായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.